വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം ഗൈസ്. അപ്പം രാവിലെ തന്നെ ഫ്രഷായിട്ടൊരു സ്റ്റാർട്ടായിരുന്നു. രാവിലെ എണീറ്റ പാടെ ഞാൻ ഫ്രണ്ടിൽ ചെന്ന് കതവ് തുറന്നപ്പോഴേ പൂക്കളെല്ലാം പൂത്തുല്ലസിച്ച് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അത് കണ്ടപ്പോഴത്തേക്ക് തന്നെ എനിക്ക് നല്ല സമാധാനം. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകാമെന്നുള്ളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ പാടെ തലയിൽ എണ്ണയൊക്കെ തേച്ച് കുറച്ച് നേരം ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ഇത് വീട്ടിൽ തന്നെ കാച്ചിയ എണ്ണയാണ് ഗൈസ്. അപ്പോൾ ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ച് നല്ല രീതിയിൽ ഒരു മസാജൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണയൊക്കെ തേച്ചതിന് ശേഷം ഞാൻ ചായ കുടിക്കാമെന്ന് കരുതി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ കുറച്ച് സമയം എന്തായാലും എടുക്കുമല്ലോ. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ബെഡ്റൂമിലോട്ട് വന്നിട്ട് ആസ് യൂഷ്വൽ ബെഡ് വൃത്തിയാക്കി ഇടുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡെയിലി റൂട്ടീനിൽ മസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് ചെയ്തിട്ടേ ഞാൻ ബാക്കി എന്ത് പരിപാടികളായാലും രാവിലെ ചെയ്യാറുള്ളൂ. അതിനുശേഷം ആ ബെഡ് മൊത്തത്തിൽ ഒന്ന് നോക്കുമ്പോൾ കിട്ടുന്നൊരു പരമസുഖം ഉണ്ടല്ലോ, അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതിനുശേഷം ഞാൻ നേരെ പോയി കുളിക്കുന്നുണ്ട്. അമ്പലത്തിൽ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് രാവിലെ വന്നിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതാണ്. മോർണിംഗ് സ്കിൻ കെയർ എന്ന് പറയുമ്പോഴത്തേക്ക് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അത്രയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പം സ്കിൻ കെയറും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ മുടി ഒന്ന് കുറച്ച് ഉണക്കണം, മുടി കെട്ടണമല്ലോ. എന്നാലും ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സ്കിൻ കെയറൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആവുന്നുണ്ട്. രാവിലെ അല്ലേ അമ്പലത്തിൽ പെട്ടെന്ന് പോകണമല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡിയായി മേക്കപ്പൊക്കെ ചെയ്ത ഒരു ലുക്കാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് നമ്മൾ കൊണ്ടുവച്ച ക്ലാറ്റ്സ് ഗ്ലോയിൽ ആദ്യമായി പൂ പിടിച്ചു ഗൈസ്. അങ്ങനെ വണ്ടിയിലൊക്കെ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ അടുത്ത് അമ്മച്ചി വീട് ക്ഷേത്രത്തിലോട്ടായിരുന്നു പോയത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ഇന്നത്തെ ദിവസം അന്നദാനം കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊക്കെ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നല്ലപോലെ അമ്പലത്തിലെല്ലാം പ്രാർത്ഥിച്ച് ശാന്തി സമാധാനമായിട്ട് വീട്ടിലോട്ട് വരികയായിരുന്നു ഗൈസ്. പിന്നെ ഇത് വീട്ടിൽ വന്നതിന് ശേഷമുള്ള കുറച്ച് കോപ്രായങ്ങളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി നേരെ ഞാൻ അടുക്കളയിലോട്ട് അങ്ങ് പോവുമായിരുന്നു. സമയമൊന്നുമില്ല, ഏകദേശം വന്നപ്പോഴത്തേക്ക് തന്നെ ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അടുക്കളയിലെ പണികൾ ചെയ്യണമല്ലോ. അപ്പോൾ ഇന്ന് മലക്കറി കൂട്ടമായിട്ട് നമുക്ക് വെണ്ടയ്ക്ക മാത്രമേ ഇരിപ്പുള്ളായിരുന്നു. ആ എനിക്ക് വെണ്ടയ്ക്ക ഇഷ്ടമല്ല താനും. അങ്ങനെ ഞാൻ വെണ്ടയ്ക്ക എടുത്തിട്ട് മെഴുക്ക് പുരട്ടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നത്തെ മീൻ സ്പെഷ്യൽ എന്ന് പറയുന്നത് കിളിമീൻ തന്നെ ഗൈസ്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കിളിമീൻ കൊഞ്ച് ഇത് മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ ഞാൻ മെഴുക്കുവരട്ടി സിമ്പിളായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ കിളിമീൻ ഓൾറെഡി അമ്മച്ചി എനിക്ക് വൃത്തിയാക്കി തന്നു. അത് വെച്ചിട്ട് ഞാൻ ഇന്ന് പെട്ടെന്ന് സമയമില്ലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഒരു മുളക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വെണ്ടയ്ക്ക ഉണ്ടാക്കുന്ന ആണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ മീൻ കറി ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്ന വിധം എന്ന് പറയുന്നത്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് എല്ലാം കൂടെ അരച്ച് എണ്ണയിലിട്ട് മൂപ്പിച്ചതിന് ശേഷം സവാള ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പൊടിവർഗ്ഗങ്ങളായ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതും കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം തക്കാളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കും. അതിന് ശേഷം കുടംപുളി ഇട്ട് വെള്ളം കൂടെ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോഴത്തേക്ക് ഈ പുളി നല്ലപോലെ അതിനകത്ത് ഇറങ്ങും. അതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ മീൻ പെറുക്കി ഇട്ട് കൊടുക്കുക. ഈ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് എപ്പോഴും ഇളക്കി കൊടുക്കരുത്. എന്നാൽ ഞാൻ ഇളക്കി കൊടുക്കാറുണ്ട്, അതുകൊണ്ട് ഉടഞ്ഞു പോകാറുമുണ്ട്. ഞാനിതൊക്കെ പറയുന്നതേ ഉള്ളൂ, ഞാൻ ചെയ്യാറൊന്നുമില്ല. അങ്ങനെയല്ല, ഇളക്കി കൊടുക്കരുത്, കിളിമീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ഞാൻ മീനിട്ടതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി റെഡി. സൂപ്പർ കറിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടൊന്നും പറയല്ല, പക്ഷേ നല്ലതായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ ഫുഡ് കഴിച്ച് ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയിരുന്നു ഗൈസ്. അപ്പോഴത്തേക്ക് രാവിലെ ചെയ്യാനുള്ള പരിപാടികളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചധികം തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തുണി മടക്കി വെക്കുന്ന പരിപാടികളിലോട്ടങ്ങ് കടന്നു.
പിന്നെ ഞാൻ തുണി ഓരോന്നോരോന്നായിട്ട് ഓരോരുത്തരുടെ റൂമിൽ കൊണ്ടുവന്ന് പെറുക്കി വെക്കുന്നുണ്ട്. പെറുക്കി വെച്ച് അടുക്കി ഒതുക്കി വെച്ചതിന് ശേഷം ദേ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. ഇത് നമ്മുടെ ബാക്കിലത്തെ ഹോളിൽ ഇട്ടിരിക്കുന്ന ഒരു ബെഡാണ്. അപ്പോൾ അവിടെയും ഞാൻ ബെഡൊന്നും വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് അവിടെയും അടുക്കി ഒതുക്കി പെറുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ പെരയ്ക്കകം മൊത്തം തൂക്കുന്നുണ്ട് ഗൈസ്. ഇതും എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. തൂത്ത് ഫ്രണ്ട് ഹോൾ എല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തൂക്കുന്നു. ഒരുമിച്ച് തൂക്കുമ്പോഴത്തേക്ക് എനിക്കെന്തോ വലിയ പണിയാണൊക്കെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലത്തെ ഹോൾ സെപ്പറേറ്റ്, ബാക്കിലത്തെ ഹോൾ സെപ്പറേറ്റ്, കിച്ചൺ സെപ്പറേറ്റ്, അങ്ങനെ ഞാൻ പല രീതികളായിട്ട് തൂക്കുന്നത്. ഇങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയണം. കാരണം എനിക്കങ്ങനെയാണ്. എനിക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടെ തൂക്കുമ്പോൾ എന്തോ വലിയ ജോലിയായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോ സെപ്പറേറ്റ് സെക്ഷനായിട്ടാണ് ഞാൻ തൂത്ത് വൃത്തിയാക്കുന്നത്. അങ്ങനെ ഞാൻ പെരയ്ക്കകം മൊത്തം തൂത്ത് അടിച്ച് വാരുന്നുണ്ട്. തൂത്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ പെരയ്ക്കകമൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. എന്താണോ എന്തോ, എനിക്ക് അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ നല്ലപോലെ വൃത്തിയാക്കുന്നുണ്ട്. അതിന് ശേഷം നേരെ പെരയ്ക്കകം തൂത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് വൈകിട്ട് മുറ്റം തൂക്കുക എന്നുള്ളതാണ്. ഒരു പറ തൂക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ഒത്തിരി തൂക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ഞാൻ ഫ്രണ്ടെല്ലാം തൂത്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. വ്ളോഗ് അങ്ങോട്ട് അവസാനിപ്പിക്കുമായിരുന്നു ഞാൻ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ ആൻഡ് ഇന്നത്തെ സ്പെഷ്യൽ എന്താ സംഭവങ്ങളെന്നൊക്കെ പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താണ്, ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോയിലോട്ട് കാണുന്നവരെ ടാറ്റ ആൻഡ് ബൈ ബൈ ഗൈസ്. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഇട്ട മേക്കപ്പ് ഇത്രയും നേരം ലാസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ വലിയ അതിശയമായിട്ട് തോന്നി. അതാണ് ഞാൻ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ആൻഡ് ബൈ ബൈ ഗൈസ്.